ഞങ്ങളിന്ന് രാഗമയനോട് വിട പറയാൻ കേട്ടോ. ഇന്നത്തേക്ക് മാത്രമാണ്. ഞങ്ങൾ ഇനിയും ഇങ്ങോട്ടേക്ക് വരും. വളരെ നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് സ്റ്റേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ലോങ് സ്റ്റേക്ക് ഞങ്ങളിവിടെ എന്തായാലും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൂൾ വില്ല. അപ്പം വളരെ പൗരാണികത ഉണർത്തുന്ന രീതിയിലുള്ള നമ്മുടെ ഫ്രണ്ട് കാഴ്ചേനെ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിലൊന്ന് പോയി നോക്കാം. വരും. ഇതാണ് നമ്മുടെ പൂൾ വില്ലയിലെ റൂം. നല്ല റൂമല്ലേ, നല്ല കിങ് സൈസ് ബെഡുണ്ട്, പ്ലേസ് ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്, കോഫി മേക്കിംഗ് ഏരിയ. ബാത്റൂമിൽ നിങ്ങൾ പുറത്തേക്ക് വന്നാൽ ഒരു ഇതുണ്ട് കേട്ടോ. ബാത്റൂം നേരെ നമുക്ക് പുറത്തേക്ക് പൂളിലേക്ക് കയറാം. ഇവിടുന്ന് നേരെ ബാത്റൂമിന് നേരെ പുറത്തേക്ക് വരുമ്പോൾ പൂളാണ് കാണുന്നത്. തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ രാഗമയൻ്റെ പൂൾ വില്ല ഉള്ളത് കേട്ടോ. ഇതൊരു പ്ലഞ്ച് പൂളാണ്, ടെമ്പറേച്ചർ കൺട്രോൾഡ് പൂളാണ്. ഹണിമൂണിന് വരുന്ന കപ്പിൾസിനൊക്കെ വളരെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഡോർ പൂളാണിത്. ഇവിടെ നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ഉണ്ട്, നല്ലൊരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയാലും നല്ലൊരു കാഴ്ചയാണ്. നമ്മളെ ഡാം വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും ആസ്വദിച്ച് കഴിച്ച് നമ്മളെ ഡാം വ്യൂ ഒക്കെ കണ്ട് നല്ല രീതിക്ക് നമുക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് നമ്മളെ രാഗമയ റിസോർട്ടുകാർ ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇച്ചി ഇവിടുത്തെ ഫ്ലവറൊക്കെ പറിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് മൂന്നാറിനോടും പിന്നെ നമ്മുടെ സ്വന്തം രാഗമായ റിസോർട്ടിനോടും നമ്മൾ വിട പറയുന്നത്. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെങ്കുളം പവർ സ്റ്റേഷന്റെ അടുത്തൂടെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്നത്. നമ്മുടെ മുൻപത്തെ എപ്പിസോഡിലെ പൊന്മുടി ഡാമില്ലേ, ആ പൊന്മുടി ഡാമിൽ നിന്ന് വെള്ളം താഴോട്ടേക്ക് വന്ന് ഇവിടുന്ന് വൈദ്യുതിയായിട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ വീടുകളിലേക്കും വൈദ്യുതി എത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങളിപ്പോൾ ഊന്നുകൽ വഴി പോണ സമയത്ത് ഒരു അരുവി കണ്ടു. നല്ലൊരു അരുവിയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ തന്നെ ഒഴുകി പോകുന്നുണ്ട്. ഒരു കാടിൻ്റെ ഒരു ഉൾഭാഗത്തേക്കാണ് ഈ ഒരു സ്ഥലം വന്നിട്ട്. നല്ലൊരു സ്ഥലം. അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കിയതാണ്. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അല്ലേ, പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോകണമെന്നുണ്ട്. അതിനുള്ള വഴി ഏതാണെന്നൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി വന്ന് ഞങ്ങളൊരു ചെറിയൊരു വഴി കൂടെ പോയി ലാസ്റ്റ് ഒരു കാട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു. കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല വഴികളൊക്കെ ഏതാണ്, നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കി. ഇത് കൂടെ ഒന്ന് എന്തായാലും ലാസ്റ്റ് വരെ ഒന്ന് പോയി നോക്കാം. ഇത് വരുന്നത് ഇത് വാളയറല്ലേ, വാളയറ കാഞ്ഞിരവേലി റോഡാണ് കേട്ടോ. ഇത് കാട്ടിൻ്റെ ഉള്ളിലാണിത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും യാത്ര പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചെറിയ ചെറിയ വഴി കൂടെ പോയി നോക്കി എത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ റോഡിലൂടെ പോണതിന് പകരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത്രയും നല്ല നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. വണ്ടി ഇങ്ങനെ പ്രോബ്ലം ആവുമോ? ഒന്നാവില്ലല്ലേ. ഷാനല്ലേ ഓടിക്കണം, ഭയങ്കര കോൺഫിഡൻറ്റാ ഷാനിന്. ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൂടെ ഓടിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പ്രകൃതി അടുത്തറിയാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇതേപോലുള്ള യാത്രകൾ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ തരുന്നതായിരിക്കും. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാറിന് പോകാൻ പറ്റൂല, വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോയിട്ട് കാട് ആസ്വദിച്ചിട്ട് വരാമെന്ന് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മളോട് പറഞ്ഞത്. അപ്പൂപ്പനും അമ്മമ്മയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫാഷൻ ഫ്രൂട്ട് തന്നിരിക്കുകയാണ്. ഭയങ്കര സ്നേഹമായിട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് കാണിക്കുക. അത് തന്നത് കണ്ടോ, കുറേ ഫാഷൻ ഫ്രൂട്ട് അവർ തന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ
ഞാൻ തരാം, പഴങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ പാഷൻ ഫ്രൂട്ട് തന്നിരിക്കുകയാണ്. പിന്നെയും തരുന്നുണ്ട് കേട്ടോ അവരെ ഞാൻ കാണിച്ചു തരാം. അവരൊന്ന് കാണിക്കാൻ കേട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അവര്. ഒരുപാട് സ്നേഹം മനസ്സിലുള്ളവരാണെന്ന് ആ ഒരൊറ്റ നോട്ടത്തിൽ അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങളുടെ സംസാരത്തിൽ ആ രണ്ടുപേരും ഒരുപാട് നേരം തങ്ങി നിന്നു. ഇവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി ഏതെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടിട്ട് വേണം നമുക്കിനി ഫുഡ് കഴിക്കാനായിട്ട്. റോഡിന്റെ ഇരു സൈഡുകളിലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയാണുള്ളത്. ഈ മലകളുടെയും കുന്നുകളുടെയും താഴ്വരകളുടെയും ഒക്കെ കാഴ്ചകൾ ഇങ്ങനെ തന്നെ കണ്ണിൽ നിന്ന് മായാതെ കണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 5-ാം മൈലിലേക്ക് പോണ വഴിയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു കിട്ടിയിലൊരു സ്ഥലം കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ആംബിയൻസിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അടിമാലി വഴി വരുമ്പോൾ ഒരു കട കണ്ടു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് കപ്പയും ചിക്കനും പിന്നെ എന്താ ഉള്ളത്, ബീഫ്, അത് വാങ്ങിച്ചു, പാർസൽ വാങ്ങിച്ചു. നേര്യമംഗലത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നല്ലൊരു കിടിലൊരു പ്ലേസ് ഞങ്ങൾ കണ്ടു. അരുവി ഇങ്ങനെ ഒഴുകിയിട്ട് എന്തോ ഒരു ഫീല്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ ചെയർ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചു ഇവിടുത്തെ ഫീലിംഗ്? അമേസിങ്. അപ്പോൾ ഇതാണ് ഫുഡ്. കപ്പയുണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്. പിന്നെ അവിടെ നമുക്ക് അവർ തന്ന പാഷൻ ഫ്രൂട്ട് ഉണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് പാഷൻ ഫ്രൂട്ട് കഴിക്കണം കേട്ടോ. അല്ല, ഇച്ചിരി ഫേവറേറ്റ് സാധനമാണ് പാഷൻ ഫ്രൂട്ട് അല്ലേ. പക്ഷെ പഞ്ചസാര ഇല്ലല്ലോ അതിലിട്ട് കഴിക്കാനായിട്ട്. എങ്കിലും നമുക്ക് കഴിച്ചു നോക്കാം. ഉണ്ടോ? അത് പോക്കറ്റിലുണ്ടോ? എന്താ കഴിക്കണേ? നല്ലോണം കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ്. ഇവിടെ വന്ന് കപ്പയും ബീഫും നന്നായിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓടിച്ച് നമുക്ക് ട്രിവാൻഡ്രം വരെ എത്തണ്ടേ, അതിനുള്ള ഒരു കഴിപ്പാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന സ്ഥലം നേര്യമംഗലം അല്ലേ? നേര്യമംഗലത്തിൽ നിന്ന്. പക്ഷെ നല്ലൊരു പ്ലേസ് അല്ലേ, ശരിക്കും കാടിന്റെ ഒരു ഫീല്. എന്ത് ചെയ്യാ? വരുന്നുണ്ടോ കഴിക്കാൻ? നല്ല ഫാഷൻ ഫ്രൂട്ട്, ഫ്രഷ് ഫാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് എന്നത്തെ പോലെ ഞാൻ പറയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വ്യാഴാഴ്ച 4 മണിക്ക് കാണാം. ബൈ.